അസ്തമിച്ചു പോകുമായിരുന്ന ഇസ്രായേലിന് അന്നവും അർത്ഥവും കൊടുത്ത് സംരക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു രക്ഷിതാവിൻ്റെ ചിത്രമായാണ് വിശുദ്ധ ഗ്രന്ഥം യാക്കോബിൻ്റെ പുത്രനായ യൗസേഫിനെ അവതരിപ്പിക്കുന്നത്. ഭാവിയിൽ വരുവാനിരിക്കുന്ന വലിയ വരൾച്ചയിൽ നിന്ന് ഇസ്രായേലിനെ കരകയറ്റുവാൻ തക്കവിധം മിസ്രൈമിന് അധിപതിയാകുവാൻ അവിടുന്ന് യൗസേഫിനെ തിരഞ്ഞെടുക്കുന്നു. മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഇപ്രകാരം സഭയുടെ പതനം ആസന്നമായ സാഹചര്യത്തിൽ ഭരണസാന്നിധ്യമേറ്റെടുത്ത 2 യുഗപുരുഷന്മാരാണ് യൗസേഫ് എന്ന നാമധാരികളായ പുലിക്കോട്ടിൽ തിരുമേനിമാർ. അവരുടെ നിയോഗവും മറ്റൊന്നായിരുന്നില്ല എന്നത് മലങ്കര സഭയുടെ ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും എളുപ്പം മനസ്സിലാകും. എങ്കിൽ 21-ാം നൂറ്റാണ്ടിലേക്കുള്ള സഭാമാതാവിൻ്റെ യാത്ര പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും മാത്രമുള്ളതായിത്തീരുമ്പോൾ ഒരു ദൈവിക ഇടപെടൽ മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ സഭാമക്കൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നുണ്ട്. വിശ്വപ്രസിദ്ധനായ പരിശുദ്ധൻ ചാത്തുരുത്തിൽ മോർ ഗ്രിഗോറിയോസ് ഗീവർഗീസ് ബാവായുടെ 4ാം തലമുറയിൽ നിന്ന് ഒരു ജോസഫ് ഇന്ന് ഉയർന്നു വരുമ്പോൾ ആ നിയോഗം അദ്ദേഹത്തിലൂടെ തെളിയിക്കപ്പെടുകയാണ്. കൊച്ചി പട്ടണത്തിന്റെ തെക്ക് കിഴക്കേ അതിരായ മുളന്തുരുത്തി എന്ന കൊച്ചുദേശം വിശ്വപ്രസിദ്ധമാകുന്നത് ചാത്തുരുത്തിൽ വിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നാമത്തോട് ചേർത്താണ്. ആ കുടുംബത്തിലെ 4ാം തലമുറയിലെ കണ്ണിയായി സ്രാമ്പിക്കൽ പള്ളത്തിട്ടയിൽ വർഗീസ് സാറ ദമ്പതികളുടെ 4 മക്കളിൽ ഇളയവനായാണ് 1960 നവംബർ മാസം 10-ാം തീയതി ജോസ് എന്ന് വിളിക്കപ്പെട്ട യൗസേഫ് ജാതനായത്. സഹോദരങ്ങളായ ശാന്ത, വർഗീസ്, തൊമ്മച്ചൻ എന്നിവർക്ക് ഇളയ അനുജനായി യൗസേഫ് വളരുമ്പോൾ ഒരു സാധാരണ കർഷക കുടുംബത്തിന്റെ എല്ലാ കെട്ടിലും മട്ടിലും അവരെ വളർത്തുവാൻ മാതാപിതാക്കൾ ശ്രദ്ധ വെച്ചു. വംശമഹിമയും കുടുംബശ്രേഷ്ഠതയും മനുഷ്യത്വമെന്ന ഗുണത്തിന് അലങ്കാരമായി മാത്രം പാലിക്കപ്പെടണമെന്നും അവയിലൊന്നും തന്റെ മക്കൾ മനം മയങ്ങിപ്പോകരുതെന്നുമുള്ള അവരുടെ ചിന്ത ആ മക്കളെ മനുഷ്യന്റെ പ്രയാസങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയും വളരുവാൻ സഹായിച്ചു. ഒരുപക്ഷെ ശ്രേഷ്ഠരായ ഈ മാതാപിതാക്കളുടെ പരിശീലനം തന്നെയാകണം തന്റെ കർമ്മമണ്ഡലങ്ങളിൽ മനുഷ്യന്റെ ഇല്ലായ്മയും വല്ലായ്മയും തിരിച്ചറിഞ്ഞ് അവരെ ശുശ്രൂഷിക്കുവാൻ ജോസൂട്ടി എന്ന യൗസേഫിന് പ്രാപ്തനാക്കിയത്. പ്രസിദ്ധമായ മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ വെച്ച് 1961 വിശുദ്ധ മാമോദീസ സ്വീകരിച്ച യൗസേഫ് തന്റെ വിദ്യാഭ്യാസ ജീവിതം ആരംഭിക്കുന്നത് പെരുമ്പള്ളിയിലും മുളന്തുരുത്തി ഹൈസ്കൂളിലുമായിട്ടായിരുന്നു. ഒരു സാധാരണ ബാലനിൽ നിന്നും വ്യത്യസ്തമായി പൗരോഹിത്യത്തിന്റെ നിയോഗം യൗസേഫിൽ അങ്കുരിക്കുന്നു എന്ന് കണ്ടെത്തുവാൻ അക്കാലത്ത് തന്നെ പുണ്യശ്ലോകനായ പെരുമ്പള്ളി മോർ ഗ്രിഗോറിയോസ് ഗീവർഗീസിന് സാധിച്ചു. അതിനാൽ തന്നെ യൗസേഫിന്റെ 13-ാമത്തെ വയസ്സിൽ 1974 മാർച്ച് മാസം 25-ന് മഞ്ഞനിക്കരയിലെ വിശുദ്ധ മോറാന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന മോർ ഇഗ്നാത്തിയോസ് ദയറായിൽ വെച്ച് അദ്ദേഹം കോറൂയോസ് സ്ഥാനം നൽകി യൗസേഫിന്റെ നിയോഗത്തെ വെളിപ്പെടുത്തി. ഷമ്മാശന്റെ കുപ്പായമിട്ട് യൗസേഫ് തന്റെ പഠനം തുടർന്നു. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടുകയും അതിനൊപ്പം പെരുമ്പള്ളി മോർ യൂലിയോസ് സെമിനാറിയിൽ തന്റെ ദൈവശാസ്ത്ര പഠനം തുടരുകയും ചെയ്തു. ലോകജീവിതത്തിന്റെ നശ്വരതയെ തിരിച്ചറിഞ്ഞ് മിശിഹായെ പ്രതി ദൈറോയൂസോ സ്വീകരിച്ച തന്റെ പൂർവികനായ വിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ് തിരുമേനിയെപ്പോലെ സന്യാസത്തിന്റെ നിരയിലേക്ക് തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവം തിരുഹിതമായപ്പോൾ 1984 മാർച്ച് മാസം 25-ന് തന്റെ ഷമ്മാശു പട്ടത്തിന്റെ 10-ാം വാർഷികത്തിൽ പൗരസ്ത്യ കാതോലിക്ക ആബോൻമോർ ബെസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാവായുടെ തൃക്കരത്താൽ മുളന്തുരുത്തി ദൈവാലയത്തിൽ വെച്ച് യൗസേഫ് കശീശന്മാരുടെ നിരയിലേക്ക് ഉയർത്തപ്പെട്ടു. പുരോഹിതനായ ജോസച്ചന്റെ ആദ്യ നിയോഗം ബാംഗ്ലൂരിൽ വികസിച്ചുകൊണ്ടിരുന്ന സെന്റ് മേരീസ് ദൈവാലയത്തിന്റെ ചുമതലക്കാരനായിട്ടായിരുന്നു. 4 വർഷം സ്തുത്യർഹമായി ആ ദൗത്യം പൂർത്തിയാക്കിയപ്പോൾ ഉപരിപഠനാർത്ഥം അദ്ദേഹത്തെ അയർലൻഡ് സെന്റ് പാട്രിക് കോളേജിൽ ദൈവശാസ്ത്രത്തിൽ ബിരുദം നേടുവാൻ സഭ നിയോഗിച്ചു. ഈ കാലയളവിൽ അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെന്ന് ലണ്ടൻ പട്ടണത്തിൽ സഭയ്ക്കു വേണ്ടി വിശുദ്ധ തോമാസ് ലീഹായുടെ നാമത്തിൽ ഒരു ദൈവാലയം സ്ഥാപിക്കുകയും തുടർന്ന് 5 വർഷക്കാലം ആ ദൈവാലയത്തിന്റെ വികാരിയായിരുന്ന് സ്തുത്യർഹമാംവിധം സേവനം നിർവഹിച്ചു. പിന്നീട് 1991 ട്രിനിറ്റി കോളേജിലെ പഠനത്തിലൂടെ ഡബ്ലിൻ സർവകലാശാലയിൽ നിന്നും തത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ജോസച്ചൻ ഉപരിപഠനാർത്ഥം അമേരിക്കയിലെത്തി. മനുഷ്യന്റെ മനസ്സിനോട് ശാസ്ത്രീയമായി സംവേദിക്കുവാൻ പ്രാപ്തമാംവിധം പാസ്റ്ററൽ കൗൺസിലിംഗിൽ അദ്ദേഹം ഡിപ്ലോമ നേടി. ഇക്കാലയളവിൽ തന്നെ അമേരിക്കയിലെ വിവിധ ഇടവകകളിൽ അദ്ദേഹം പുരോഹിതനായി ശുശ്രൂഷ നിർവഹിച്ചു.
താൻ പ്രവേശിച്ച ഇടങ്ങളിലെല്ലാം ഒരു ചെറുപുഞ്ചിരിയോടെ മനുഷ്യമനസ്സുകളിൽ സ്ഥാനം പിടിക്കുവാൻ ആ യുവവൈദികന് സാധിച്ചു എന്നിടത്താണ് തന്റെ ബാല്യകാലത്തിന്റെ ശിക്ഷണം മറ്റുള്ളവർ തിരിച്ചറിയുന്നത്. കുടുംബത്തിന്റെ മാഹാത്മ്യമോ പ്രസിദ്ധിയോ അദ്ദേഹത്തിന്റെ ലളിത ജീവിതത്തെ സ്വാധീനിച്ചില്ല എന്നതിനാൽ തന്നെ എല്ലാവർക്കും സ്വീകാര്യനായി. തങ്ങളിൽ ഒരുവനായി യൗസേഫ് എന്ന ജോസച്ചനെ വിശ്വാസികൾ സ്വീകരിച്ചു. രാജനഗരമായി കൊച്ചിയുടെ നാമം അന്വർത്ഥമാക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവായാൽ സ്ഥാപിതമായ കൊച്ചി ഭദ്രാസനം അതിന്റെ ബാല്യം വിട്ട് യൗവനത്തിലേക്ക് കടക്കുന്ന സമയം. ഈ കാലത്ത് അതിന്റെ സാരഥ്യമേൽപ്പിക്കപ്പെട്ട മോർ ഒസ്താത്തിയോസ് തോമസ് തിരുമേനിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ ഒരു പിൻഗാമിയെ കണ്ടെത്തുവാൻ സഭ ആഗ്രഹിച്ചു. സമൃദ്ധമായി തന്റെ ഭദ്രാസനത്തിന്റെ ശുശ്രൂഷകൾ പാലിച്ച ആ തപോധനന് യോഗ്യമാം വിധത്തിലുള്ള ഒരു തുടർച്ചക്കാരന് വേണ്ടിയുള്ള അന്വേഷണം ചെന്നെത്തുന്നത് അന്ന് അമേരിക്കയിൽ സഭാ ശുശ്രൂഷയിൽ മുഴുകിയിരുന്ന ജോസച്ചൻ എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്ന യൗസേഫ് കത്തനാരിലായിരുന്നു. ഇതേ തുടർന്ന് അഭിവന്ദ്യ മോർ ഒസ്താത്തിയോസ് തോമസ് മെത്രാപ്പോലിത്തായുടെ 28/91 നമ്പർ കൽപ്പനയനുസരിച്ച് 1992 ജനുവരി 11 ചേർന്ന കൊച്ചി ഭദ്രാസന പള്ളി പ്രതിപുരുഷ യോഗം ഐക്യകണ്ഠേന ജോസഫ് കച്ചീശായെ തങ്ങളുടെ നിയുക്ത ഭദ്രാസനാധിപനായി തെരഞ്ഞെടുക്കുകയും അദ്ദേഹത്തെ മെത്രാപ്പോലിത്തയായി വാഴിച്ചു തരുവാൻ പരിശുദ്ധ സഭയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പുരാതനമായ ഒരു ഭദ്രാസനത്തിന്റെ സാരഥ്യം ഏൽപ്പിക്കുവാൻ പരിശുദ്ധ സിംഹാസനവും ആഗ്രഹിച്ചതും അതേ വ്യക്തിയെ തന്നെയായിരുന്നു. തുടർന്ന് 1994 ജനുവരി 14 അന്ത്യോക്യായുടെ പാത്രിയർക്കീസായ പരിശുദ്ധ മോർ ഇഗ്നാത്തിയോസ് സാഖാപ്രഥമൻ ബാവായുടെ തൃക്കരത്താൽ യൗസേഫ് കശീശ ദൈറോയുസോ സ്ഥാനം സ്വീകരിക്കുകയും ജനുവരി 16 പരിശുദ്ധ സിംഹാസനം യെരുശലേമിന്റെ പാത്രിയർക്കീസിന് മാത്രം നൽകി വന്നിരുന്നതും മലങ്കര ചാത്തുരുത്തിൽ മോർ ഗ്രിഗോറിയോസ് ബാവാക്ക് നൽകിയതുമായ മോർ ഗ്രിഗോറിയോസ് എന്ന സ്ഥാനനാമം നൽകി യൗസേഫ് റംബാനെ മെത്രാപ്പോലിത്തയായി ഉയർത്തുകയും ചെയ്തു. മെത്രാപ്പോലിത്തയായി മലങ്കരയിലെത്തിയ അദ്ദേഹം 1994 ജനുവരി മാസം 23 കൊച്ചി ഭദ്രാസനത്തിൽ തിരിച്ചെത്തി സുന്ത്രോണീസ നിർവഹിച്ച് ഭദ്രാസന ഭരണം ഏറ്റെടുത്തു. മലങ്കര സഭ നേരിട്ട വ്യവഹാരത്തിന്റെ വൈതരണിക്ക് പ്രാരംഭം കുറിച്ച 1995 സുപ്രീം കോടതി വിധിയുടെ കലുഷിതമായ കൊടുങ്കാറ്റിലേക്കാണ് പിന്നീട് സഭാനൗക ചെന്നെത്തുന്നത്. വിശ്വസിച്ചവരും കൂടെ നിന്നവരും കൈയൊഴിഞ്ഞ നേരത്ത് ഈ സഭയുടെ അമരത്തെ നിയന്ത്രിക്കുവാൻ പരിശ്രമിച്ച പിതാക്കന്മാർ പരീക്ഷിതരായ കാലം. പൗലോസ് ദ്വിതീയൻ ബാവായും പെരുമ്പള്ളി തിരുമേനിയും പോലുള്ള പിതാക്കന്മാർ നിത്യദേശത്തേക്ക് യാത്രയായപ്പോൾ അമരക്കാരനായി ശ്രേഷ്ഠ കാതോലിക്ക മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ മാത്രം ശേഷിച്ചു. മോശയ്ക്ക് ശക്തി പകരുവാനുള്ള നിയോഗം യോശുവാക്ക് ലഭിച്ചതുപോലെ തീക്ഷണവാനായി പ്രവർത്തിക്കുവാൻ മോർ ഗ്രിഗോറിയോസ് ജോസഫ് മെത്രാപ്പോലിത്തായെ ദൈവം നിയോഗിച്ചു. സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന്റെ സെക്രട്ടറി എന്ന നിലയിൽ 18 വർഷക്കാലം സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുവാൻ അഭിവന്ദ്യ പിതാവിന് സാധിച്ചു. എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ മാനേജർ, തീർത്ഥയാത്രാ സംഘത്തിന്റെ രക്ഷാധികാരി, സൺഡേ സ്കൂൾ അസോസിയേഷന്റെ പ്രസിഡന്റ്, കാതോലിക്കോസ് അസിസ്റ്റന്റ് എന്നിങ്ങനെ സഭയുടെ ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുമ്പോൾ തന്നെ പാത്താമൂട്ടം സെന്റ് ഗിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രസിഡന്റ്, സഭയുടെ ചുമതലക്കാരൻ എന്ന നിലയിൽ ഗൾഫ്, UAE, UK എന്നീ ഭദ്രാസനങ്ങളുടെ ചുമതലക്കാരനായി പരിശുദ്ധ സിംഹാസനം അദ്ദേഹത്തെ നിയോഗിച്ചു. ഇതുകൂടാതെ കൊല്ലം, നിരണം, തുമ്പമൺ, തൃശൂർ, മലബാർ, അങ്കമാലി, കോതമംഗല മേഖല എന്നീ ഭദ്രാസനങ്ങളുടെ ചുമതലയും കാലാകാലങ്ങളിൽ സഭ അദ്ദേഹത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. തന്റെ മേൽപ്പെട്ട സ്ഥാനലബ്ധിയുടെ 1-ാം വർഷം തന്നെ 1995 കേരള ഹൗസിംഗ് ബോർഡുമായി സഹകരിച്ച് മുളന്തുരുത്തിയിലെ വെട്ടിക്കലുള്ള ഒരു പട്ടികജാതി കോളനി ഏറ്റെടുത്ത് അവിടെ എല്ലാവർക്കുമായി ഭവനവും മറ്റു സൗകര്യങ്ങളും നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി അദ്ദേഹം സജ്ജമാക്കി. പരിശുദ്ധ സഭ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളെ കൃത്യതയോടെ കൈകാര്യം ചെയ്യുമ്പോഴും തന്റെ പ്രഥമ പരിഗണനയിലായിരിക്കേണ്ട കൊച്ചി ഭദ്രാസനത്തിന്റെ കാര്യങ്ങളിൽ അദ്ദേഹം അതീവ ശ്രദ്ധാലുവായിരിക്കുന്നു. വൈദികർക്കും വൈദിക വിദ്യാർത്ഥികൾക്കുമായി ആവിഷ്കരിക്കപ്പെട്ട പ്രത്യേക പദ്ധതികളിലൂടെ ആധുനിക കാലത്തിനനുസരിച്ച ഒരു പുരോഹിതനെ പ്രാപ്തനാക്കുന്നതിനുള്ള നടപടികളാണ് വിഭാവനം ചെയ്യുന്നത്. കൊച്ചി ഭദ്രാസനത്തിന്റെ ചുമതല 1994 അഭിവന്ദ്യ പിതാവ് ഏറ്റെടുത്തതു മുതൽ ബഹുമാനപ്പെട്ട വൈദികർക്കുള്ള ക്ഷേമ പദ്ധതികൾ, ഭക്തസംഘടനകളുടെ വിവിധ പ്രവർത്തനങ്ങൾ, കുടുംബ യൂണിറ്റുകളുടെ രൂപീകരണം, പുതിയ ഭദ്രാസന ആസ്ഥാന നിർമ്മാണം, കത്തീഡ്രൽ ദൈവാലയത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയ അനേകം കാര്യങ്ങൾ
ഭദ്രാസനത്തിനായി അഭിവന്ദ്യ പിതാവ് നിർവഹിക്കുകയുണ്ടായി. സഭയിൽ ആദ്യമായി വിവാഹ പൂർവ്വ കൗൺസിലിംഗും വിവാഹാനന്തര കുടുംബ കൗൺസിലിംഗും ആരംഭിച്ചത് അഭിവന്ദ്യ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം കൊച്ചി ഭദ്രാസനത്തിലായിരുന്നു. ഭദ്രാസനത്തിൽ പ്രവർത്തിക്കുകയും സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ തിരുവാങ്കുളം ജോർജിയൻ അക്കാദമി, മരട് ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂൾ ഉൾപ്പെടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും ഓട്ടിസം ബാധിച്ചവർക്ക് തെറാപ്പിയും നൽകുന്ന സ്പെഷ്യൽ സ്കൂളായ ജെയ്നി സെന്ററും കൂടാതെ മോർ ഗ്രിഗോറിയോസ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമൂഹത്തിലെ നിർധനരായ വ്യക്തികൾക്ക് നൂറുകണക്കിന് ഭവനങ്ങൾ അഭിവന്ദ്യ തിരുമനസ്സുകൊണ്ട് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ കാരിക്കോട്, പെരുമ്പിള്ളി, കോരഞ്ചിറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഫ്ളാറ്റ് മാതൃകയിൽ സൗജന്യ ബഹുനില പാർപ്പിട പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 വർഷത്തിനിടെ 70ഓളം ഭവനങ്ങൾ തിരുമനസ്സിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട് അർഹരായവർക്ക് നൽകിക്കഴിഞ്ഞു. വിദ്യാഭ്യാസ സഹായ പദ്ധതികൾ മുളന്തുരുത്തി സർക്കാർ ആശുപത്രിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്റർ ഉൾപ്പെടെയുള്ള പാലിയേറ്റീവ് കെയർ സെന്ററുകൾ, അതോടൊപ്പം ജാതി മത വ്യത്യാസമില്ലാതെ 100ഓളം വിവാഹങ്ങൾക്ക് ധനസഹായവും, കൂടാതെ അഭിവന്ദ്യ തിരുമേനിയുടെ 20ാമത്തെയും 25ാമത്തെയും മെത്രാഭിഷേക ജൂബിലിയോടനുബന്ധിച്ച് ജാതിമത ഭേദമന്യേ 50ഓളം സമൂഹ വിവാഹങ്ങൾ നടത്തിയതും മോർ ഗ്രിഗോറിയോസ് ജോസഫ് മെത്രാപ്പോലീത്തായുടെ മനുഷ്യത്വ ഭാവങ്ങളുടെ പ്രതിഫലനങ്ങളാണ്. തൊഴിൽ പരിശീലന പദ്ധതികളും ചികിത്സാ സഹായ പദ്ധതികളും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു. കേരളത്തെ പിടിച്ചുകുലുക്കിയ പ്രളയകാലത്തും കോവിഡ് മഹാവ്യാധിയുടെ കാലത്തും ഭദ്രാസനത്തിലെ യൂത്ത് അസോസിയേഷന്റെ സഹകരണത്തോടെ അദ്ദേഹം നടത്തിയ ദ്രുതകർമ്മ സേവനങ്ങൾ കേരള സർക്കാരിന്റെ പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റി. കൊച്ചി നഗരത്തിൽ സഭയ്ക്ക് ഒരു ചാപ്പൽ, സ്റ്റഡി സെന്റർ, കൗൺസിലിംഗ് സെന്റർ, ഗസ്റ്റ് ഹോം എന്നിവ അടങ്ങുന്ന ഒരു സമുച്ചയം ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുയോജ്യമായ സ്ഥലം വാങ്ങി അവിടെ മേൽപ്പറഞ്ഞ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ അഭിവന്ദ്യ തിരുമേനി ശ്രദ്ധ ചെലുത്തുന്നത്. മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പ്രത്യേക താൽപര്യപ്രകാരം രൂപീകരിക്കപ്പെട്ട താബോർ ചാരിറ്റബിൾ ട്രസ്റ്റ്, മോർ ഗ്രിഗോറിയോസ് ചാരിറ്റബിൾ ട്രസ്റ്റ്, മെത്രാപ്പോലീത്തൻ പൂവർ റിലീഫ് ഫണ്ട് എന്നീ 3 സ്ഥാപനങ്ങളിലൂടെ സഭാവ്യത്യാസമോ ജാതി മത വ്യത്യാസമോ കൂടാതെ അർഹരായവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ തക്കവിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ഇവയ്ക്കെല്ലാം പുറമെ പരസ്യങ്ങളില്ലാതെ അദ്ദേഹം നിർവഹിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എണ്ണമറ്റവയാണ്. എന്നാൽ മോർ ഗ്രിഗോറിയോസ് ജോസഫ് എന്ന മെത്രാപ്പോലീത്തായെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് സമൂഹത്തിലെ ഏതൊരു വ്യക്തിക്കും ഏതു സമയത്തും പ്രാപ്യനായ വ്യക്തിയായി നിലകൊള്ളുവാൻ സാധിക്കുന്നു എന്ന നിലയിലാണ്. സഭയുടെ പ്രതിസന്ധികൾക്ക് ആക്കം കൂട്ടിയ 2017 സുപ്രീം കോടതി വിധിക്ക് ശേഷമുള്ള പ്രയാണങ്ങളിൽ ബാവായുടെ കരങ്ങൾക്ക് ശക്തി പകർന്ന് മോർ ഗ്രിഗോറിയോസ് എന്ന ജാഗ്രതന്റെ പിന്തുണയും സാന്നിധ്യവും തന്നെയായിരുന്നു. ആ തിരിച്ചറിവിലാണ് ആബൂൻ മോർ ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവ മെത്രാപ്പോലീത്തൻ ട്രസ്റ്റി സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്ന് 2019 ആഗസ്റ്റ് മാസം 28-ാം തീയതി മലങ്കര യാക്കോബായ സുറിയാനി അസോസിയേഷൻ അദ്ദേഹത്തെ മെത്രാപ്പോലീത്തൻ ട്രസ്റ്റി സ്ഥാനത്തേക്ക് ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കുന്നത്. ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻ മോർ ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ ആരോഗ്യസ്ഥിതി തീർത്തും ദുർബലമായി വന്ന സാഹചര്യത്തിൽ സഭയുടെ മുന്നോട്ടുള്ള നടത്തിപ്പിനായി ശക്തമായ ഒരു നേതൃത്വം സഭ ആഗ്രഹിച്ചു. തുടർന്ന് 2023 ഒക്ടോബർ മാസം 24-ാം തീയതി ചേർന്ന മലങ്കര യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനിൽ വെച്ച് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തായെ വീണ്ടും മലങ്കര മെത്രാപ്പോലീത്തായായി തെരഞ്ഞെടുക്കുകയും പരിശുദ്ധ ഇഗ്നാത്തിയോസ് അബ്രേം രണ്ടാമൻ ബാവ 2024 ഫെബ്രുവരിയിൽ മലങ്കരയിൽ നടത്തിയ അപ്പോസ്തോലിക സന്ദർശനത്തിൽ മലങ്കര യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്റെ അഭ്യർത്ഥന പ്രകാരം 10,000 തിങ്ങിക്കൂടിയ പുത്തൻകുരിശിലെ പൊതുസമ്മേളനത്തിൽ വച്ച് അദ്ദേഹത്തെ മലങ്കര മെത്രാപ്പോലീത്തയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ന് 2024 നവംബറിൽ ശ്രേഷ്ഠ കാതോലിക്ക ബാവ സഭയോട് വിട ചൊല്ലുമ്പോൾ പരിശുദ്ധ സിംഹാസനം കാതോലിക്കടുത്ത ഉത്തരവാദിത്വങ്ങൾ മോർ ഗ്രിഗോറിയോസ് ജോസഫിന്റെ കരങ്ങളിൽ ഭദ്രമായി ഏൽപ്പിക്കുന്നത് ആ കരങ്ങളിൽ ഈ സഭ സുരക്ഷിതമായിരിക്കും എന്ന ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ്. ആഗമാന സുറിയാനി സഭയിലെ ഭരണശ്രേണിയിൽ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായ്ക്ക് ശേഷം
സഭയിലെ രണ്ടാം സ്ഥാനിയായി സഭയുടെ സാരഥ്യം ഏൽപ്പിക്കപ്പെടുന്ന സ്ഥാനമാണ് ശ്രേഷ്ഠ കാതോലിക്ക. 6-ാം നൂറ്റാണ്ടിൽ തിഗ്രീസിൽ ഉത്ഭവിച്ച ഈ സ്ഥാനം മഫ്രിയാൻ എന്നാണ് അക്കാലത്ത് അറിയപ്പെട്ടത്. തുടർന്ന് കിഴക്കിന്റെ ജ്ഞാനസ്തംഭമായ മോർ ഗ്രിഗോറിയോസ് ബാർ എബ്രായയുടെ കാലത്ത് ഇത് കാതോലിക്ക എന്നുകൂടി അറിയപ്പെടുവാൻ തുടങ്ങി. പഴയ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ മുഴുവൻ അധികാരിയായാണ് അക്കാലത്ത് ഈ സ്ഥാനത്തെ പരിഗണിച്ചിരുന്നത്. തുടർന്ന് മലങ്കര സഭയുടെ പ്രത്യേക പരിതസ്ഥിതിയിൽ ആഗമാന സുന്നഹദോസിനാൽ ഈ സ്ഥാനം മലങ്കര സഭയുടെ പ്രാദേശിക അധ്യക്ഷന് നൽകപ്പെട്ടു. പരിശുദ്ധ ഇഗ്നാത്തിയോസ് യാക്കോബ് തൃതീയൻ ബാവായുടെ തൃക്കരങ്ങളാൽ 1964 മോർ ഔഗേൻ പ്രഥമന്റെ വാഴ്ചയോടെ ഈ സ്ഥാനത്തിന് കാനോനികത കൈവന്നു. തുടർന്ന് ആബൂൻമോർ ബെസേലിയോസ് പൗലോസ് ദ്വിതീയൻ, ആബൂൻമോർ ബെസേലിയോസ് തോമസ് പ്രഥമൻ എന്നീ ബാവാമാർ ഈ പൗരാണിക സ്ഥാനം അലങ്കരിച്ചു. ഇന്ന് ഈ ഭാഗ്യസ്മരണാർഹരായ പിതാക്കന്മാരുടെ കാനോനിക പിൻഗാമിയായി മോർ ഗ്രിഗോറിയോസ് ജോസഫ് വാഴിക്കപ്പെടുമ്പോൾ ആമുഖമായി സൂചിപ്പിച്ച യൗസേഫുമാരുടെ നിയോഗം ഒരിക്കൽ കൂടി ഈ നാമകാരനിൽ ഭരമേൽപ്പിക്കപ്പെടുകയാണ്. പരിശുദ്ധ അന്ത്യോക്യ മലങ്കര ബന്ധത്തിന്റെ സൂക്ഷിപ്പുകാരനും സത്യവിശ്വാസത്തിന്റെ സംരക്ഷകനും ഭാരതത്തിന്റെ പടിവാതിലും ജാതിക്ക് കർത്തവ്യനുമായി ആബോൻമോർ ബെസേലിയോസ് ജോസഫ് ബാവ നീണാൽ വാഴട്ടെ.